ദില്ലി മൃഗശാലയിൽ നിന്നുള്ള വെള്ളക്കടുവ തിരുവനന്തപുരം മൃഗശാലയിലെത്തി 6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് മലർ എന്ന വെള്ളക്കടുവയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിച്ചെങ്കിലും 1 മാസത്തിന് ശേഷമേ വെള്ളക്കടുവയെ സന്ദർശകർക്ക് മുന്നിലെത്തിക്കൂ. 6 ദിവസത്തെ യാത്രാക്ഷീണമൊന്നും മലർ പ്രകടിപ്പിച്ചില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് അന്തരീക്ഷം മാറി വന്നതും മലറിനെ ബാധിച്ചില്ല. പുതിയ കൂടൊരുക്കി കാത്തുനിന്ന തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മലർ അനുസരണയോടെ കടന്നു വന്നു. നീരസമൊന്നും കൂടാതെ ആ വെള്ളക്കടുവ മാധ്യമ ക്യാമറകൾക്ക് മുന്നിലേക്ക്. ദില്ലി മൃഗശാലയിലെ വില്ലൻ എന്നറിയപ്പെട്ട വിജയിന്റെ കൂട്ടുകാരിയായ മലറിനെ എന്നാൽ ഉടൻ സന്ദർശകർക്ക് കാണാനാവില്ല. 30 ദിവസത്തിന് ശേഷം മാത്രമേ ഈ വെള്ളക്കടുവ സന്ദർശകർക്ക് മുന്നിലെത്തൂ. ബാക്കിലത്തെ കേജിൽ ഒരു ക്വാറന്റൈൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എക്സിബിറ്റിലോട്ട് ഇടും. യാത്രയിൽ കടുവ അനുസരണയോടെയാണ് പെരുമാറിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. നമ്മുടെ യാത്രയിൽ ഉടനീളം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടുവ വളരെ നല്ല സ്വഭാവമുള്ള ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെയും. ദില്ലി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വെള്ളക്കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകാനാണ് മൃഗശാല അധികൃതർ ഒരുങ്ങുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.